എല്ലാവർക്കും നമസ്കാരം. ഗോവർദ്ധനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പൗർണമി വ്രതം എപ്രകാരം അനുഷ്ഠിക്കണം, അത് അനുഷ്ഠിച്ചാലുള്ള ഫലസിദ്ധികൾ എന്തൊക്കെയാണ്? ദേവീപ്രീതിയും ഐശ്വര്യവും മനോബലവും പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കും. ഓരോ മാസത്തിലെയും പൗർണമി, അതായത് വെളുത്തവാവ് ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദേവീകടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖനാശത്തിനും കാരണമാകുന്നു. അന്നേ ദിവസം ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ചന്ദ്രദശാകാല ദോഷമനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ പൗർണമി വ്രതം അനുയോജ്യമാണ്. പൗർണമി ദിനത്തിലെ പ്രാർത്ഥനയും അനുഷ്ഠാനവും മുൻജന്മപാപത്തിനുള്ള പരിഹാരമാണെന്നാണ് വിശ്വാസം. സർവദേവതാപ്രീതിക്ക് ഉത്തമമാണ് പൗർണമി വ്രതം. പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവർ ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. പൗർണമി സന്ധ്യയ്ക്ക് ഭവനത്തിൽ നെയ്വിളക്ക് തെളിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യണം. ഓം സോമായ നമ എന്ന ചന്ദ്രമന്ത്രം കഴിയുന്നിടത്തോളം ജപിക്കണം. അതിരാവിലെ കുളി കഴിഞ്ഞ് ദേവീക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ദേവീ മാഹാത്മ്യം, ദുർഗാസ്തവം, മഹാലക്ഷ്മി സ്തവം എന്നിവ പാരായണം ചെയ്യണം. പകലുറക്കം പാടില്ല. അമ്മേ നാരായണ, ദേവീ നാരായണ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. പൂർണ്ണ ഉപവാസം പാടില്ല. ഒരിക്കൽ അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. കഴിയുമെങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കുകയോ പഴങ്ങൾ മാത്രം കഴിക്കുകയോ ആവാം. മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കൂറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർതൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ്. ചിങ്ങമാസത്തിൽ പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ കുടുംബ ഐക്യവും കന്നിയിൽ സമ്പത്ത് വർധനയും, തുലാമാസത്തിൽ വ്യാധിനാശം, വൃശ്ചികത്തിൽ സൽകീർത്തി എന്നിവയാണ് ഫലം. ധനുമാസത്തിലെ വ്രതാനുഷ്ഠാനം ആരോഗ്യവർദ്ധനവിനും, മകരത്തിലെ ദാരിദ്ര്യനാശം, കുംഭത്തിൽ ദുരിതനാശം, മീനത്തിലെ വ്രതാനുഷ്ഠാനം ശുഭചിന്തയും ലഭ്യമാക്കുന്നു. മേടമാസത്തിലെ വ്രതാനുഷ്ഠാനം ധാന്യവർദ്ധനവിനും, ഇടവത്തിലെ വ്രതാനുഷ്ഠാനം വിവാഹതടസ്സം നീങ്ങുന്നതിനും, മിഥുനത്തിൽ പുത്രഭാഗ്യവും, കർക്കിടകത്തിൽ ഐശ്വര്യവർദ്ധനവും ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾ പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ വിദ്യാലാഭം ഉണ്ടാകും. വൃശ്ചിക മാസത്തിലെ പൗർണമി കാർത്തിക പൗർണമി എന്നറിയപ്പെടുന്നു. ഈ ദിവസം നമ്മുടെ ഭവനങ്ങൾ ദീപങ്ങളാൽ അലങ്കരിക്കുന്നു. ചക്കുളത്തുകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കാർത്തിക ദീപസ്തംഭം കത്തിക്കുന്നു. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് കുടുംബ ഐക്യവും ഐശ്വര്യവും നേടിത്തരുന്നു. പൗർണമിയുടെ പിറ്റേ ദിവസം ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണ വീഴണം. ഇങ്ങനെ 18 പൗർണമി ചിട്ടയോടെ നോക്കണം. ഇഷ്ടകാര്യസിദ്ധിയും സർവൈശ്വര്യവുമാണ് ഫലം. നിങ്ങൾക്കെല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ഹരി ഓം.